24 മണിക്കൂറും ദേവികയെ ജപിച്ചിരിക്കാതെ കുറച്ചു നേരം നന്ദന് വേണ്ടി ജീവിക്കേ. ദേവി ഒരു പാവമല്ല, അവൾക്കിതൊന്നും താങ്ങാൻ പറ്റില്ല. എന്നാ പിന്നെ നന്ദൻ പൊക്കോ. നാട്ടുകാരൊക്കെ കാണട്ടെ സോഷ്യൽ മീഡിയയിലെ നായകൻ അടിയും കൊണ്ട് തിരിച്ചു പോകുന്നത്. എടോ ചങ്ങാതി, താനൊന്ന് ധൈര്യമായിട്ടിരിക്കെ. കെവിൻ ഇപ്പൊ ഇങ്ങോട്ട് വരും. ഒന്ന് കമ്പനി കൂടിയിട്ട് പിരിയാൻ നമുക്ക്. അപ്പൊ ഒരു ധൈര്യം കിട്ടും. അത് കഴിഞ്ഞ് വീട്ടിൽ പോവാം. ദേവികെ, ഈ കേൾക്കുന്നൊന്നും സത്യമായിരിക്കില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നേ. നീ കരയാതിരിക്ക. ഒക്കെ ഒരു സ്വപ്നമായിരുന്നെങ്കിലൊന്ന് ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഇസബെല്ല നന്ദുനെ എന്റെ നിന്ന് മാറ്റി അവളുടെ ലോകത്തേക്ക് കൊണ്ടുപോവാ. രജനി ചേച്ചിയാണല്ലോ. എല്ലാം അറിഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നത്. ദേവിക ഫോൺ എടുക്ക. ഹലോ രജനി ചേച്ചി. എന്നാലും ദേവിക, ഇത് ഞങ്ങളെ കളിയാക്കുന്ന പോലെ ആയിപ്പോയി. എന്താ ചേച്ചി? ഇവിടെ എല്ലാരും സന്തോഷത്തോടെ ഒത്തുകൂടാൻ തീരുമാനിച്ചിട്ട് നീയും നന്ദനും മനഃപൂർവ്വം വിട്ടുനിന്നു അല്ലേ? അല്ലാതെ ഏത് ഇപ്പൊ വരൂ എന്ന് കരുതി എത്ര നേരിട്ട് കാത്തിരിക്കുന്നു. ചേച്ചി ഞാനൊന്ന് പറയട്ടെ. ഞാനിവിടെ ഒരു നീ ഒന്നും പറയണ്ട. നന്ദൻ എന്തെങ്കിലും അത്യാവശ്യം കാണുമായിരിക്കും. ഭർത്താവിന് എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് ഭാര്യ നേരത്തെ വരും. ഞാനും അങ്ങനെ തന്നെയാ. ഗിരിക്ക് എന്തെങ്കിലും കാരണത്താൽ ഇതുപോലെ എവിടെയെങ്കിലും എത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ ഞാൻ നേരത്തെ പോവും. ഇത് നീ എന്നെ മനഃപൂർവ്വം കൊച്ചാക്കിയതാ. ഒരവസരം കിട്ടിയപ്പോ എന്നെ താഴ്ത്തി കെട്ടി. ചേച്ചി, നീ മുമ്പ് കാണിച്ചിട്ടുള്ളതൊക്കെ മറന്ന് ഞാൻ സന്തോഷത്തോടെ ഇടപെട്ട് തുടങ്ങുമായിരുന്നു. നിന്നോട് സ്നേഹത്തോടെ പെരുമാറി തുടങ്ങുമായിരുന്നു. പക്ഷേ നീ പഴയ വിരോധമൊക്കെ ഈ രീതിയിൽ തീർക്കുമായിരുന്നല്ലേ? അതെ, അങ്ങനെ തന്നെയാ. ചേച്ചി അങ്ങനെയാ കരുതുന്നെങ്കിൽ അങ്ങനെ തന്നെ വെച്ചോ. എന്നെ മനസ്സിലാക്കാൻ ചേച്ചിക്ക് കഴിയുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ചേച്ചി അങ്ങനെ തന്നെ വെച്ചോ. ഞാൻ പഴയ വിരോധം തീർക്കാ തന്നെയാ. നീ എന്താ പറഞ്ഞ? ഞാൻ മനഃപൂർവ്വമായിട്ട് വരാത്തവണെന്ന് ചേച്ചി കരുതാണെങ്കിൽ അങ്ങനെ തന്നെ വിചാരിച്ചോളാം. ചേച്ചിയെ കാല് പിടിച്ച് വിശ്വസിപ്പിക്കാനേ എനിക്ക് താല്പര്യമില്ല. കുറെ നാളായി ഓരോ ഇല്ലാത്തത് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിട്ട്. ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ലെന്ന് പറയുമല്ലോ. അതുപോലെയാ ചേച്ചിയുടെ അവസ്ഥ. ഞാനിനി എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി എന്നെ കുറ്റപ്പെടുത്തേ ഉള്ളൂ. എന്തായാലും എന്നെ വഴക്ക് പറയാൻ തീരുമാനിച്ച് നിൽക്കായിരുന്നു ചേച്ചി. അല്പം വൈകിയത് അതിനൊരു കാരണമായി. എന്റെ സത്യാവസ്ഥ എത്ര പറഞ്ഞാലും ചേച്ചി അത് വിശ്വസിക്കില്ല, വിശ്വസിക്കാൻ ശ്രമിക്കില്ല. ചേച്ചി വിശ്വസിപ്പിക്കാൻ എനിക്കൊട്ട് താല്പര്യവുമില്ല. ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളിൽ പെട്ട ഞാൻ നിൽക്കുന്നെന്ന് ചേച്ചിക്ക് അറിയോ? ഞാൻ മനഃപൂർവ്വമായിട്ടാ വരാത്തെന്ന് ചേച്ചി കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോ. ഒരു ബുദ്ധിമുട്ടുമില്ല. ചേച്ചിയുടെ ഇഷ്ടം പോലെ ചെയ്. ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി തന്നെയാ വരാത്ത.
ദേവിക എന്താ ഇത്? താഴ്ന്നു കൊടുക്കുമ്പോ തലേ കയറാൻ വന്ന പിന്നെ എന്ത് ചെയ്യും മുരളിയേട്ട? ഒന്നാമത് മനസ്സ് തകർന്നിരിക്കുക, അതിന്റെ കൂടെ ആവശ്യമില്ലാത്ത കുറ്റപ്പെടുത്തലും പിടിവിട്ടുപോയി. എല്ലാവരും കേട്ടല്ലോ, അവള് പറഞ്ഞത് എല്ലാരും കേട്ടല്ലോ. രജനി, നീ കുറച്ച് ഓവറായിട്ടാ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ദേവിക്ക് ദേഷ്യം വന്ന് കാണും. അവക്കെന്തിനു ദേഷ്യം വരണം? അവള് പറ്റിച്ചത് നമ്മളെയാ. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കേൾക്കാൻ അവള് ബാധ്യസ്ഥയാ. അവൾ അഹങ്കാരം കാണിച്ചതാ. ഇപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ സത്യമായല്ലോ, അവൾ ഇങ്ങോട്ടൊന്നും വരില്ല. അവള് കാണിച്ചത് വളരെ മോശമായി പോയി. എന്താ പരിപാടി? രണ്ടുപേരും കൂടി ഇവിടെ എന്താ പരിപാടി? പട്ടാപ്പയില് കാറിനകത്ത് എന്താണെന്ന് അതെ, മാന്യവും മര്യാദയുള്ള ആൾക്കാരെ ഇത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയാന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ മീഡിയ ആണെന്നാണോ അച്ഛൻ പറയുന്നേ? ദേ നോക്കമ്മേ, മൊബൈലിൽ എടുത്തേക്കുന്നതാ ഈ വീഡിയോ. നീ അതൊന്ന് അടച്ചു വെക്കേ. ഏതോ അസൂയക്കാരുണ്ടാക്കി വിടുന്നതാ. മനുഷ്യൻ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ല. അത് ശരി, ഇപ്പൊ നാട്ടുകാർക്കായോ കുറ്റം? അമ്മ, ഇത് സീരിയസ് ഇഷ്യൂവാ. ചേച്ചി ഒരു MLA ആ. അങ്ങനെയുള്ള ഒരാളിന്റെ ഭർത്താവ് കുറച്ചുകൂടി ഗൗരവത്തോടെ കാര്യങ്ങൾ കാണണം. അച്ഛാ, കാര്യമൊക്കെ ശരിയാ. ഇസബെല്ല നന്ദേട്ടന്റെ ഫ്രണ്ടാ, വീട്ടിലും വരുന്ന ഒരാളാ. പക്ഷെ നാട്ടുകാർക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. സകല ആളുകളും കയ്യിൽ ക്യാമറയായിട്ടാ നടക്കുന്നതെന്ന് നന്ദേട്ടൻ മനസ്സിലാക്കണം. കോളേജിൽ പഠിച്ച ആളാണെങ്കിലും കമ്പനി കൂടെയുള്ള ആളാണെങ്കിലും അകറ്റി നിർത്തേണ്ടവരെ അകറ്റി തന്നെ നിർത്തണമായിരുന്നു. ഇതുപോലുള്ളവരുടെയൊക്കെ ഒടുവിലിപ്പ് എന്താണെന്ന് പറയാൻ പറ്റുമോ? അത് ശരി, ഇപ്പൊ പഴി പെണ്ണിനായോ? നമ്മുടെ വേണ്ടപ്പെട്ടവർ തെറ്റ് ചെയ്താലും കുറ്റം മറ്റേ ആൾക്ക്. ചേച്ചി പ്ലാന്റിന് അനുമതി കൊടുത്തത് ചേച്ചി ആരോ സ്വാധീനിച്ചിട്ട്. നന്ദേട്ടനെ കുറിച്ച് വീഡിയോ വന്നപ്പോ അതിന്റെ കുറ്റം കൂടെയുള്ള ആൾക്ക്. എന്തായാലും കാര്യങ്ങൾ ബോറാവുക. ചേച്ചിക്ക് നാണക്കേട്, ചന്ദ്രോത്തുകാർക്ക് നാണക്കേട്, നമുക്കും അതെ. നാണക്കേടൊക്കെ അവിടെ നിൽക്കട്ടെ, ഇതിൽ വല്ല സത്യം ഉണ്ടെന്ന് എന്റെ പേടി. അതിലെനിക്ക് പേടിയില്ല. നന്ദൻ ആ രീതിയിൽ പോകുന്ന ഒരാളല്ല. ഇതിപ്പോ ചോദിച്ചു വാങ്ങിയൊരു പണി, അത്രേ ഉള്ളൂ. അത് വിടാം. എന്നാലും വൈകാതെ തന്നെ നമുക്ക് ചന്ദ്രത്തേക്കൊന്ന് പോണം. കാര്യങ്ങൾ നേരിട്ട് സംസാരിച്ചറിയണം. ആ, എടാ, നീ പേടിക്കാതെ. സോഷ്യൽ മീഡിയയിലെ വാർത്തയ്ക്ക് നീ എന്തിനാ ടെൻഷനാവുന്നേ? അതിലെ ന്യൂസിന് ആരും വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. പിന്നെ നിന്നെ ചന്ദ്രമതി ആന്റി കണ്ടത് ബെല്ല പറഞ്ഞതുപോലെ ബിസിനസ് മീറ്റിംഗ് ആണെന്ന് പറഞ്ഞാ പോരെ? എടാ, ദേവി എങ്ങനെ ഫേസ് ചെയ്യും അതാലോചിക്കുമ്പോഴാ. നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് എന്റെ കൂടെ വാ, നമുക്ക് എന്റെ വീട്ടിൽ പോവാം. അല്ല, അത് അയ്യോ, അച്ഛൻ. വേണ്ട, ഈ അവസരത്തിൽ ഫോൺ എടുക്കണ്ട.
ഇപ്പൊ ടെൻഷനായി തുടങ്ങും. അച്ഛനും ദേവിക്ക് ആന്റിക്കൊന്നും ഒരു ടെൻഷനും ഇല്ല. ടെൻഷൻ മുഴുവൻ നിനക്കാ. നീ ഒരു കാര്യം ചെയ്യ്, നീ ബെല്ലയുടെ വീട്ടിലേക്ക് പോ. ദേവികയെ വിളിച്ചിട്ട് എന്തെങ്കിലും എക്സ്ക്യൂസ് പറ. ഏയ് അതൊന്നും വേണ്ട, വീട്ടിൽ തന്നെ പോണം. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. നിനക്കൊരു ബലത്തിന് ഞാൻ കൂടെ വരാം. അല്ല അത് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ വരാം. നമുക്ക് പോവാം. കെവിനെ, ഞാൻ റൂം ചെക്കൗട്ട് ചെയ്തിട്ട് വരാം. വിളിച്ചിരുന്നോ? അച്ഛാ, ഓരോ വാർത്തകൾ വരുന്നത് അച്ഛൻ അറിയുന്നില്ലേ? ഇല്ല, ഒന്നും ഞാൻ അറിയുന്നില്ല. എനിക്ക് കണ്ണും കാതൊന്നും ഇല്ലല്ലോ. എന്തിനാ അച്ഛാ എന്നോട് ദേഷ്യപ്പെടുന്നേ? MLAക്ക് MLAയുടേതായ ഒരുപാട് തിരക്കുകളുണ്ടാവും, അത് ചെയ്താൽ മതി. കുടുംബ പ്രശ്നങ്ങളൊക്കെ വീട്ടിലിരിക്കുന്നവർ തീർത്തോളും. കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ ഓരോരുത്തർ ജീവിക്കുന്നത്. അതിന് സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ എന്തോ ആവാലോ. കുടുംബത്തെക്കുറിച്ചോ നാടിനെക്കുറിച്ചോ വിചാരമില്ലാത്തവര് എന്നോട് സംസാരിക്കാൻ വരരുത്. എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? സർ, ഞാൻ അധികം സ്വാതന്ത്ര്യം എടുക്കാണെന്ന് വിചാരിക്കരുത്. ദേവികയോടുള്ള പിണക്കം മാറ്റാറായില്ലേ? വേണ്ട മുരളി, നമ്മൾ തമ്മിൽ അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. മുരളിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. വെറുതെ സംസാരിച്ച് നല്ല ബന്ധം വഷളാക്കണ്ട. മുരളി, നന്ദനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവരെവിടെയാണെന്ന് മുരളിക്കറിയോ? അറിയില്ല, ഞാനും അന്വേഷണത്തില്. ഇപ്പൊ നിങ്ങൾ തമ്മിൽ കാണാറും സംസാരിക്കാറൊന്നുമില്ലേ? ഇപ്പൊ കഴിയുന്നതും എന്നെ കാണാതിരിക്കാനാണ് നന്ദൻ കൂടുതൽ ശ്രമിക്കുന്നത്. പലതും കേൾക്കുന്നു, പലതും അറിയുന്നു. സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നന്ദൻ എന്താ പറ്റിയത്? ഇങ്ങോട്ട് തട്ടിക്കായിരുന്നോ? എന്ത് വേറെ ഒരു സ്ഥലവും കിട്ടിയില്ല. ഇതേ പാരിസ് കോളനിയാ, ഇവിടെ ഇതൊന്നും പറ്റില്ല. അത് ശരി, ചേച്ചിയുടെ നന്ദൻ മോന്റെ തനി സ്വരൂപം കണ്ടപ്പോ ചേച്ചിക്ക് നൊന്തല്ലേ?
ഞാനിത് മൈതാനത്ത് LED സ്ക്രീൻ വെച്ച് നാട്ടുകാരെ മുഴുവൻ കാണിക്കും. മിണ്ടാപ്പൂച്ചകൾ ഇങ്ങനെ അമുങ്ങിയിരിക്കും, പക്ഷെ മനസ്സ് മുഴുവൻ വൃത്തികേടാ. നിന്നെ അതെന്നാ പോക്കാന്നേ? എന്നെ പോലുള്ളവരൊന്ന് ഉറക്ക തുമ്മിയാ മതി, കുഴപ്പക്കാരായി വൃത്തികെട്ടവന്മാരായി. ഞങ്ങളെ പോലുള്ളവരെ ഉള്ളിലൊന്ന് വെച്ച് പുറത്ത് മര്യാദരാമന്മാര് കളിക്കാറില്ല. ദേഷ്യമെങ്കിൽ ദേഷ്യം, സ്നേഹമെങ്കിൽ സ്നേഹം. ഈ നന്ദഗോപാലന്മാരെ വേന്ദ്രന്മാരെ. എന്തായാലും നാട്ടുകാർക്ക് ആളെ മനസ്സിലായല്ലോ, അത് മതി. ഒന്ന് നിർത്തുന്നുണ്ടോ? നിർത്താൻ എന്നോടല്ല, നന്ദനോടാ പറയേണ്ടത്. ഞാൻ എന്നെ നിർത്തിയതാ. എന്റെ ചേച്ചി, അവൻ എന്തൊക്കെയോ പ്രശ്നത്തില. ചേച്ചി നോക്കിക്കോ, അവൻ കാരണം ദേവിക രാജിവെക്കേണ്ടി വരും. ദേവിക രാജിവെക്കേണ്ടി വന്നാൽ വീണ്ടും ഇലക്ഷൻ വരും. അപ്പൊ ഞാൻ മത്സരിക്കും, ത്യാഗരാജൻ MLA ആവും. സ്വപ്നം കാണാനേ ലൈസൻസ് ഒന്നും വേണ്ടല്ലോ. കണ്ടോ കണ്ടോ, സ്വപ്നം കണ്ടോ. ഇതുപോലുള്ള സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ദേവികയ്ക്ക് നന്നായിട്ട് അറിയാം. എന്റെ ചേച്ചി, പുറത്തെ പ്രശ്നം പോലെയല്ല അകത്തെ പ്രശ്നം. വീടിനകത്ത് അലമ്പ് തുടങ്ങിയ പിന്നെ അടി ഒഴിഞ്ഞ നേരം കാണില്ല. ചേച്ചി നോക്കിക്കോ, അവൻ ഈ പുതിയ പെണ്ണിനെയും കൊണ്ടങ്ങ് മുങ്ങും. ഒന്ന് മിണ്ടാതിരിക്കടാ. ഹോട്ടൽ മുറിയിൽ ചേച്ചി കണ്ടതല്ലേ അവൻ ആ പെൺകുട്ടിക്ക് സിന്ദൂരം തൊട്ട് കൊടുക്കുന്നത്? സിന്ദൂരം ഇട്ട് കൊടുക്കേ? ചേച്ചി എന്നല്ലേ പറഞ്ഞ് എന്തോ ഒട്ടിച്ചു കൊടുക്കുന്നത് കണ്ടുവന്ന്. എന്തായാലും ശരി, നന്ദൻ ദേവിയെ ഡിവേഴ്സ് ചെയ്തിരിക്കും. ആ ഹോട്ടലിൽ കണ്ട പെണ്ണിനെ കെട്ടുകയും ചെയ്യും. കല്യാണത്തിന് വിളിക്കുമായിരിക്കും. പോണം. മനക്കോട്ട കെട്ടി കേറി പോവല്ലേ? നന്ദനെയും ദേവികയും ദൈവമായിട്ട് കൂട്ടി യോജിപ്പിച്ചതാ. ദൈവം കൂട്ടി യോജിപ്പിക്കുന്നു. എന്റെ ചേച്ചിയും ബലരാമൻ അളിയനെയും ദൈവം കൂട്ടി യോജിപ്പിച്ചതല്ലേ? എന്നിട്ട് മേരി തോമസ് എങ്ങനെയാ അതിനിടയിലേക്ക് കയറി വന്നത്? അടിക്കേ അടിക്കേ, ഞാൻ പ്രതീക്ഷ നിൽക്കുക. നിന്നെയൊക്കെ തല്ലിയിട്ട് എന്തിനാടാ? നീയൊക്കെ ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല. അപ്പോഴേ ഞാനാ കുറ്റക്കാരൻ. ഈ പെണ്ണിനെ മനസ്സിലാവുന്നില്ലല്ലോ. വിഷമിക്കാതെ, നന്ദൻ വരട്ടെ, ഞാൻ ചോദിക്കാം. എന്ത് ചോദിക്കാനാ അമ്മ? അമ്മ എന്നെ എന്ത് വിശ്വസിപ്പിക്കാനാ നോക്കുന്നേ? എനിക്കറിയാൻ വയ്യാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ മനസ്സിലിട്ട അമ്മ എന്നെന്തോ നടക്കുന്നേ. അതിന്റെ ചോദ്യം ഉത്തരവൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെന്നും എനിക്കറിയാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം എന്താ സംഭവിക്കുന്നതെന്ന്. ഞാൻ വേറെ ഒരു കാഴ്ചക്കാരി. മോളെ, അങ്ങനൊന്നും പറയാതെ. എന്തിനാ അമ്മ എന്റെ മുൻപിൽ അഭിനയിക്കുന്നേ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? എനിക്കറിയാൻ പാടില്ലാത്ത, ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ അമ്മയുടെ മനസ്സിലില്ലേ? കണ്ടോ, അമ്മയുടെ മുഖം പറയുന്നുണ്ട്. ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. അമ്മ, എന്റെ വിഷമോർത്ത് ടെൻഷൻ ആവണ്ട. നന്ദു വരട്ടെ, വരുമ്പോ വരട്ടെ, ഞാൻ ചോദിച്ചോളാം. അമ്മ ഇപ്പൊ എന്നോട് ചെയ്യുന്നതൊക്കെ ശരിയായ കാര്യങ്ങളാണോന്ന് സ്വയം ചോദിക്കണം. മോളെ, നിന്നെ വിഷമിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അമ്മ ആഗ്രഹിച്ച് കാണില്ല, പക്ഷെ നടക്കുന്നത് അതൊക്കെയല്ലേ? രജനി ചേച്ചി ഇന്നെന്നെ വഴക്ക് പറഞ്ഞു. പറഞ്ഞോട്ടെ, കേക്കാം. അങ്ങനെ കേട്ട് നിൽക്കുന്നതിന്റെ കാര്യം എന്താന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. ഇപ്പൊ എന്നെ
നന്ദന്റെ വിശദീകരണങ്ങളൊന്നും ആർക്കും മനസ്സിലാവില്ല. ആരും മനസ്സിലാക്കണ്ട. എന്തായാലും നന്ദു വരട്ടെ. എന്താ നടക്കുന്നെന്ന് ഞാൻ ചോദിച്ചറിയാം.